2 മാസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ച് കടലിൽ പോകാൻ മത്സ്യബന്ധന ബോട്ടുകളെല്ലാം തയ്യാറെടുക്കുന്നതിൻ്റെ ഊർജ്ജസ്വലമായ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നൽകിയത്. എന്നാൽ അതിൽ നിന്ന് പെട്ടെന്നാണ് ഈ നിരോധനം അവസാനിച്ചതോടെ ചാകര തേടി ആഴക്കടലിലേക്ക് പോകാനിരുന്ന ബോട്ടുകൾക്ക് നിരാശ എത്തിയിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയും ശക്തമായ കടൽക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിനയായത്. ഇതാദ്യമായാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത്. നല്ല മഴ പെയ്തതോടെ കനത്ത പ്രതീക്ഷയിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ നിരാശയായിരുന്നു ഫലം. കടലും കാറ്റും വീശിയടിച്ചതോടെ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടലിൽ പോകാൻ കഴിഞ്ഞില്ല. കൂട്ടത്തോടെ പുറപ്പെടുന്ന ബോട്ടുകൾ നല്ല കൊയ്ത്തുമായിട്ടാണ് തിരികെ തീരം പിടിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടുകൾ തിരികെ തങ്കശ്ശേരി ഹാർബറുകളിൽ തിരിച്ചെത്തിയത്. ആ വർഷത്തിൽ നല്ല ആദ്യമുള്ള സംഭവം ഇത്. ഹാർബർ നിരോധനം തുടങ്ങി ആദ്യമുള്ള സംഭവം ഇത്. ഒരു ബോട്ടും പോകാൻ പറ്റിയില്ല. 10-15 ബോട്ട് കയറിപ്പോയി. കയറിപ്പോയി പണിയെടുക്കാൻ പറ്റത്തില്ല. അത് ബോട്ടെല്ലാം വെള്ളം കയറി കിടക്കുക. എന്നാൽ ആ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു. 2 വീനസിൻ്റെ ബോട്ടിൻ്റെ വീനസൊക്കെ മേളിൽ പോയി. അങ്ങനെ അവരെല്ലാം കൊല്ലം കയറി കിടക്കുക. നീണ്ടകര അഴിമുഖം കടക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ശക്തമായ തിരയും കാറ്റും ഈ ഭാഗങ്ങളിൽ കൂടുതലാണ്. മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരും ലേലക്കാരും ബോട്ടുകളും വന്നെടുക്കുന്ന ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകളിൽ നിലവിൽ ആളനക്കമില്ല. കടൽ കനിയുമെന്ന പ്രതീക്ഷയിൽ ഇനി തിങ്കളാഴ്ച മുതലാണ് ബോട്ടുകൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുക. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷയിൽ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്രയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച കണ്ടെത്തിയതായി സൂചന. വകുപ്പ് മന്ത്രിയുടെയും സെക്രട്ടറിയുടെയും നിർദ്ദേശങ്ങൾ മറികടന്ന് അവധി അപേക്ഷ കൗൺസിലിൽ വോട്ടിനിടാമെന്ന് നിർദ്ദേശിച്ചു എന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ നാളെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലായതിനെ തുടർന്ന് സുഗതൻ അയോഗ്യത നേരിടേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരു അവധി അപേക്ഷ കൗൺസിലിൽ വോട്ടിനിടുന്നതും അത് പാസ്സാകുന്നതും സുഗതൻ്റെ ഈ അയോഗ്യതാ ഭീഷണി നീങ്ങുന്നതും. ആ സമയത്ത് പ്രതിപക്ഷത്തെ ഏറ്റവും അധികം ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു UDF സർക്കാരിൽ നിന്നുള്ള ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ വോട്ടിനിടാം എന്നുള്ളൊരു നിർദ്ദേശം വന്നു എന്നുള്ളത്. കൗൺസിലിൽ ഉണ്ടായിരുന്ന UDFൻ്റെ അതേ പ്രതിപക്ഷം ഈ ഒരു വിവരം അറിഞ്ഞില്ല എന്നത് ആഭ്യന്തരമന്ത്രിയിലും സർക്കാരിലും വലിയ അതൃപ്തിക്കൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ തദ്ദേശ വകുപ്പിൻ്റെ നിർദ്ദേശമാണ് ഇത്തരത്തിൽ ഈ ഒരു അപേക്ഷ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അപേക്ഷ പാസ്സാവാൻ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് നേരെ ഒരു അന്വേഷണം വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് BJPയുടെ ഈ ഭരണത്തിന് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ഈ സുഗതനുമായി ബന്ധപ്പെട്ട അയോഗ്യത. പക്ഷേ അതിനെ BJPക്ക് മറികടക്കാൻ കഴിഞ്ഞത് ഈ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആ ഒരു നോട്ടീസാണ്. അതിലാണ് ഇപ്പോൾ ഒരു ദുരൂഹതയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത വന്നിരിക്കുന്നത്. അണ്ടർ സെക്രട്ടറിയുടെ ആ കത്ത് തന്നെയായിരുന്നു ഈ BJPയുടെയും അതോടൊപ്പം തന്നെ ആ ഭരണസമിതിയുടെയും അവസാനത്തെ രക്ഷകനായി മാറിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുഗതൻ ഈ വിയ്യൂർ ജയിലിലാണ്. ആ വിയ്യൂർ ജയിലിലെ സൂപ്രണ്ടിനാണ് ആദ്യം ഈ സുഗതം ഈ കത്ത് കൈമാറുന്നത്. ആ കത്ത് പിന്നീട് VV രാജേഷിൻ്റെ കയ്യിലെത്തുന്നു. ഈ കത്ത് VV രാജേഷിന് കൈമാറുന്ന വിവരം തന്നെ ഈ സൂപ്രണ്ട് സ്വാഭാവികമായി തന്നെ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിന് വേണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ അവിടെ വച്ച് തന്നെ നിർത്താമായിരുന്നു. ഈ അന്വേഷണം നടത്തുകയും ആഭ്യന്തര വകുപ്പ് ഈ നടപടിക്രമങ്ങൾ അവിടെ വെച്ച് നിർത്താതെ തന്നെ ഈ കത്ത് തദ്ദേശ വകുപ്പിന് കൈമാറുകയാണ്. കാരണം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഇത്തരം നീക്കങ്ങളെല്ലാം നടത്തുന്നതും തീരുമാനമെടുക്കുന്നതും തദ്ദേശ വകുപ്പാണ്. ആ വകുപ്പിലേക്ക് കൈമാറുന്നു. ആ വകുപ്പിലെ മന്ത്രി കാണുകയും അതോടൊപ്പം തന്നെ സെക്രട്ടറി അടക്കമുള്ളവർ പരിശോധിച്ച് സുഗതൻ അനുകൂലമായല്ല തീരുമാനമുണ്ടായത്, സുഗതനെതിരായ ഒരു തീരുമാനമുണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥ ഈ സുഗതൻ അനുകൂലമായി ഈ മന്ത്രിയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും അറിയാതെ അണ്ടർ സെക്രട്ടറി തീരുമാനമെടുക്കുകയാണ്. സുഗതന് ഈ അപേക്ഷ വേണമെങ്കിൽ ഈ യോഗത്തിൽ കൗൺസിൽ യോഗത്തിൽ വയ്ക്കാം, അതോടൊപ്പം തന്നെ അവധി അപേക്ഷയിൽ വോട്ടിട്ട് തീരുമാനിക്കാമെന്ന മന്ത്രി അറിയാതെ ഒരു
തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണവും തുടരുന്നുണ്ട്. ഈ അന്വേഷണത്തിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമുണ്ടാകുന്നത്. മന്ത്രി എടുത്ത തീരുമാനം ലംഘിച്ചുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥയായ ചിത്ര തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നു. ഈ മന്ത്രിമാർ അറിയാതെയും അതോടൊപ്പം തന്നെ സെക്രട്ടറി അറിയാതെയും അവിടുത്തെ അണ്ടർ സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് BJPക്ക് അനുകൂലമായൊരു കത്ത് നൽകുന്നു. ആ കത്തിലൂടെയാണ് ഇപ്പോൾ BJPക്ക് അവിടെ ഭരണം നിലനിർത്താൻ കഴിയുന്നതും ഈ സുഗതൻ്റെ അയോഗ്യത നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞതും. എന്തായാലും ഇതൊരു ഗുരുതരമായ ഒരു വീഴ്ച തന്നെയായിരുന്നു. അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ചിത്രയ്ക്കെതിരെ നാളെ നോട്ടീസ് നൽകുവാനാണ് ഇപ്പോൾ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ അന്വേഷണത്തിനും സാധ്യതയുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി തന്നെയായിരുന്നു കോർപ്പറേഷനിൽ ഈ ലെറ്ററിലൂടെ, ഈ കത്തിലൂടെ ലഭിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF അടക്കമുള്ള അവിടുത്തെ UDFിൻ്റെ നേതാവായ ശബരിനാഥ് അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രതിഷേധം ചൂണ്ടിക്കാട്ടുകയും ഇങ്ങനെ ഒരു രീതിയില്ലെന്ന് പറഞ്ഞ് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴെല്ലാം VV രാജേഷ് അപ്രതീക്ഷിതമായി ഉയർത്തിക്കാട്ടിയത് ഈ കത്തായിരുന്നു. നിങ്ങളുടെ ഗവൺമെൻറ് തന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോർപ്പറേഷനിൽ അവധി അപേക്ഷ വച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തിയതുമെല്ലാം നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ VV രാജേഷ് മേയർ അടക്കമുള്ളവർ അന്ന് അവിടെ പ്രഖ്യാപനം നടത്തുന്നതെല്ലാം കണ്ടിരുന്നു. അതിലാണ് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പും എല്ലാം ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം എവിടെ എത്തി നിൽക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായി തന്നെ അണ്ടർ സെക്രട്ടറിക്കെതിരെയുമെല്ലാം കൃത്യമായി തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഈ തുടക്കം മുതൽ തന്നെ പരിശോധിച്ചാൽ BJPക്ക് അനുകൂലമായൊരു നീക്കം തന്നെയായിരുന്നു UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അവസാന ഘട്ടത്തിൽ കോർപ്പറേഷനിലും കണ്ടു. അത് സുഗതൻ അനുകൂലമായ 6 മാസത്തെ അവധി അനുവദിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. സുഗതനെ സംബന്ധിച്ചിടത്തോളം 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നു. അങ്ങനെ തുടർച്ചയായി തന്നെ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ മുനിസിപ്പൽ ചട്ടപ്രകാരം അയോഗ്യനായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ്. ആ ഒരു അയോഗ്യതയിൽ നിന്നാണ് സുഗതനും അതോടൊപ്പം തന്നെ BJPയുടെ അവിടെയുള്ള ഈ ഗവൺമെൻറ്റും രക്ഷപ്പെട്ടിരിക്കുന്നത്, ആ ഭരണസമിതിയും രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം BJPക്ക് അവിടെ നിലവിൽ 50 അംഗങ്ങളാണുള്ളത്. ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ ആ ഭരണസമിതി പ്രതിസന്ധിയിലാകും. അങ്ങനെ 2 നീക്കങ്ങളാണ് നടത്തിയത്. ഒന്ന് ഈ കത്തിലൂടെയും മറ്റൊന്ന് ഈ കോൺഗ്രസിൻ്റെ വിമത നേതാവായ പൗണ്ട് കവടവിലെ കൗൺസിലറിൻ്റെ വോട്ട് നേടിയും BJPക്ക് തങ്ങളുടെ ഭരണസമിതിയുമായി ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM-ഉം UDF-ഉം അടക്കമുള്ള കൗൺസിലിലെ പ്രതിപക്ഷം ഈ ഒരു തീരുമാനത്തിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷം കൗൺസിലിൽ തയ്യാറെടുത്ത് വന്ന ഒരു പ്രതിഷേധത്തിലേക്കല്ല പോയത്. ഇത്തരമൊരു അപേക്ഷയുടെ കാര്യം പ്രതിപക്ഷം അറിഞ്ഞിരുന്നതേ ഇല്ല എന്നുള്ളതും വലിയ രീതിയിൽ UDF-ന് ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ടായിരുന്നു. നിയമ നടപടികളിലേക്ക് അടക്കം ഇരുപക്ഷവും, അതായത് CPIM-ഉം UDF-ഉം കടക്കുമെന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എന്തെല്ലാമായിരിക്കും? CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസുമെല്ലാം ഈ നടപടി, കാരണം ഈ VV രാജേഷ് ആ കത്തുയർത്തിക്കാട്ടിയപ്പോൾ അതിനു മുൻപൊന്നും ഇവർ അറിഞ്ഞിരുന്നില്ല. അത് വലിയ രീതിയിൽ തന്നെ BJPയുടെ ഒരു വിജയമായെല്ലാം അന്ന് വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇതിനെതിരെ UDF-ഉം അതോടൊപ്പം തന്നെ CPM-ഉം എല്ലാം കോർപ്പറേഷനിലെ സെക്രട്ടറിക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ പരാതി നൽകുമ്പോഴും ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതിസന്ധിയിലാക്കുന്നത് ഈ കത്താണ്. കാരണം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു രേഖയായ കത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ചൂണ്ടിക്കാട്ടുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തുമ്പോൾ മറ്റു നിയമ നടപടികൾ പൂർണ്ണമായി തന്നെ ഒഴിവാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ശബരിനാഥ് അടക്കമുള്ളവർ വലിയ രീതിയിൽ തന്നെ BJPക്കെതിരെ പോരാടുമ്പോഴാണ് ഈ ശബരിനാഥിൻ്റെ സർക്കാർ തന്നെ, ഈ ആഭ്യന്തര വകുപ്പ് തന്നെ BJPക്ക് അനുകൂലമായൊരു നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ ആഭ്യന്തര വകുപ്പിന് സർക്കാരിന് നാണക്കേടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തുടർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണത്തിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കാരണം തദ്ദേശ വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു തീരുമാനം, ഈ BJPക്ക് അനുകൂലമായൊരു തീരുമാനം വേണ്ടെന്ന് തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനത്തിനെതിരായിരുന്നു അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന
ഈ അണ്ടർ സെക്രട്ടറിയുടെ തീരുമാനമുണ്ടായത്. അപ്പോൾ ഭാവിയിൽ തന്നെ ഇത്തരം ഈ മന്ത്രിമാർ എടുക്കുന്ന തീരുമാനത്തിനെതിരായെല്ലാം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യവും കൂടി ഇവിടെ ബാക്കിയാകുകയാണ്. ശരി ശ്രീജിത്ത്, കൗൺസിൽ യോഗവും തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതൻ്റെ അവധിയും അയോഗ്യതാ ഭീഷണിയും എല്ലാം വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയപരമായി ചർച്ചയായ ഒരു വിഷയമാണ്. കപ്പ കേസിൽ പ്രതിയായി ജയിലിലായതിനു ശേഷം തുടർ സത്യപ്രതിജ്ഞ, അതായത് വീണ്ടും പുനർ സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതന് കഴിയുമോ എന്നതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രശ്നം മറികടന്ന് സുഗതൻ ജയിലിൽ വെച്ച് പുനർ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗത്വം നിലനിർത്തി. അതിനുശേഷമാണ് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരാതെ കഴിയുമോ, അങ്ങനെയെങ്കിൽ അയോഗ്യതയിലേക്ക് പോകുമോ എന്നുള്ള ഒരു അടുത്ത ഭീഷണി സുഗതന് വരുന്നത്. ആ സമയത്ത് അതിനെ മറികടന്നത് BJP ഈ തദ്ദേശ വകുപ്പും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിച്ച ഈ ഒരു സർക്കുലർ, അവധി അപേക്ഷ കൗൺസിലിൽ പാസ്സാക്കാം എന്നുള്ള തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ അപേക്ഷയ്ക്കുള്ള സർക്കുലറാണ് BJP ആയുധമാക്കിയത്. എന്നാൽ ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയോ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയോ ഒന്നും അറിയാതെയാണ് ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയത് എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും സർക്കാരിൻ്റെ, അതായത് UDFൻ്റെ തന്നെ പ്രതിപക്ഷമായിട്ടുള്ള കൗൺസിലിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലിയൊരു തിരിച്ചടിയായിരുന്നു. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്നിപ്പോൾ അണ്ടർ സെക്രട്ടറി ചിത്ര വിശദീകരണം നൽകേണ്ടി വരും. നാളെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക. അതിന് പുറമെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിയമ നടപടികളുടെ ഭാഗമായി മറ്റൊരു പരാതിയും നൽകിയിട്ടുണ്ട്.